ഹായ് ഫ്രണ്ട്സ്, KSEB വർക്കർ എക്സാമിൻ്റെ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ സെപ്റ്റംബർ 30-നാണ് നമുക്ക് എക്സാം. ഇന്ന് മുതലാണ് നമ്മുടെ KSEB വർക്കറിന് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 30-ന് മുമ്പേ നമ്മളെല്ലാ സിലബസ് വീഡിയോസും കവർ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ടോപ്പിക്ക് സിലബസ് ഓർഡറിൽ ആദ്യത്തെ മൊഡ്യൂൾ രണ്ടാമത്തെ മൊഡ്യൂൾ ആ ഓർഡറിലല്ല പോകുന്നത്, റാൻഡമായിട്ടാണ് ടോപ്പിക്കുകൾ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC. ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കുറച്ച് ഡെഫിനിഷനും അല്ലെങ്കിൽ അതേപോലെ തന്നെ ടേംസും. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്റ്റ് കറണ്ടുമായിട്ടുള്ള വ്യത്യാസം, ആൾട്ടർനേറ്റിംഗ് കറണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് കറണ്ട് ഡെഫിനിഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് പറയുകയാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെയുള്ള ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞത്. ഒരു സർക്യൂട്ടിലുള്ള ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രോൺ തിയറി അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ആരുടെ ഫ്ലോ? ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കൺവെൻഷണൽ കറണ്ടിൻ്റെ ഫ്ലോ പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് മാത്രം പറയുന്നു, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ നെഗറ്റീവ് പൊളാരിറ്റിയിൽ നിന്നും പോസിറ്റീവ് പൊളാരിറ്റിയിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലോയെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഫ്ലോയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ രണ്ട് തരത്തിലുള്ള കറണ്ട് നമ്മൾ പറയുന്നത്. ഒന്ന് AC-യും രണ്ടാമത്തത് DC-യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് AC/DC എന്ന് പറയുന്ന രണ്ട് ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയല്ല, ഫോർവേഡ് ഓർ ബാക്ക്വേഡ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് AC ഓർ DC, അല്ലെങ്കിൽ ഡയറക്ഷണൽ റിവേഴ്സ് ആണ്. പൊളാരിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് DC-യെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ സെല്ലൊക്കെ പറഞ്ഞതാണ്, എന്നാൽ DC-യെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് DC എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ആ ഡെഫിനിഷനകത്ത് മാഗ്നിറ്റ്യൂഡിനെ പറ്റി പ്രത്യേകിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല, ഇപ്പോൾ പറയുന്നില്ല, കാരണം നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. സാധാരണ ഡയറക്റ്റ് കറണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് DC വോൾട്ടേജ് സോഴ്സുകളുണ്ട്. അതായത് സെല്ല് ഒരു DC വോൾട്ടേജ് സോഴ്സാണ്. ഇവിടെ നോക്കാണ് നമുക്ക് DC സോഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്. നെഗറ്റീവ് പോസിറ്റീവ്, ഒരു ടെർമിനൽ നെഗറ്റീവ് മറ്റേ ടെർമിനൽ പോസിറ്റീവ്. ആ ടെർമിനലിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. ആ പൊളാരിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനകത്ത് നമുക്ക് ഇത് പോസിറ്റീവ് ടെർമിനലും ഇത് നെഗറ്റീവ് ടെർമിനലും ആണെങ്കിൽ ഓൾവേസ് അത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തന്നെയായിരിക്കും. AC-യിലേക്ക് വരുമ്പോൾ ഇതിൽ മാറ്റം വരും. അതുകൊണ്ടാണ് അതിന് ഡയറക്ഷണൽ ചേഞ്ച് ആവുന്നത്. റൈറ്റ്, അതായത് റൊട്ടേഷണൽ ടൈപ്പാണ് AC എന്ന് പറയുന്നത്. ലീവ്. അപ്പോൾ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC സോഴ്സിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. ഇതാണ് DC എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ എക്സാമ്പിളാണ് സെൽസ്, ഡ്രൈ സെല്ല്. ഒരു എക്സാമ്പിൾ പറയും, സെല്ലിൻ്റെ കേസിൽ തന്നെ ഒരു ഡ്രൈ സെല്ല് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഡ്രൈ സെല്ല് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈ സെല്ലിൻ്റെ വോൾട്ടേജും പൊളാരിറ്റിയും എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡ്രൈ സെല്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിലാണെന്ന് പറയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഇപ്പം ഞാൻ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായി? കോൺസ്റ്റൻ്റ് ആയി. പക്ഷേ ഇപ്പോഴും നമുക്ക് DC-യുടെ
മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊരു ഡിഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഡി സിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഡെഫിനിഷനിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഡി സി എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്നാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാതിരിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു 3 ടൈപ്പ് ഡി സി നോക്കാം, 1, 2, 3 ടൈപ്പ് ഡി സി നോക്കാം. ഇത് ഞാനൊരു ഡി സിയുടെ കറണ്ട് അഗെയിൻസ്റ്റ് ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ലൈൻ, ഇതാണ് നമ്മൾ നോർമലി ഡി സി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഗ്രാഫ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ടൈമിനെ ബേസ് ചെയ്തിട്ട് ഫിക്സഡ് ആണ്, ടൈം മാറുന്നില്ല, ടൈം ഈസ് ഫിക്സഡ്. ഇതിനെയാണ് നമ്മൾ പ്യുവർ കോൺസ്റ്റൻറ്റ് ഡി സി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡ്രൈസലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, കോൺസ്റ്റൻറ്റ് വാല്യൂ ഡി സി, പ്യുവർ കോൺസ്റ്റൻറ്റ് ഡി സി എന്ന് പറയുന്നത്. സപ്പോസ് ഇതിൻ്റെ ഞാൻ ഡയറക്ഷൻ മാറ്റുന്നില്ല, അതായത് ഇതിനെ പോസിറ്റീവ് ക്വാഡ്രൻറ്റിൽ തന്നെ വെക്കുന്നു, ഇവിടെ കറണ്ടും ഇവിടെ ടൈമുമാണ്. പക്ഷെ ഞാൻ എൻ്റെ ഡി സി എന്ന് പറയുന്നത് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ഡി സി, ഇതും ഒരു ഡി സി തന്നെയാണ്, ഇത് എ സി അല്ല. സെയിം തിങ് ഞാനിവിടെ വരച്ചു, ഇത് ഡി സി അല്ല, ഇത് എ സി അല്ല, ഇത് ഡി സി ആണ്. ഇത് വേരിയേഷനിലുള്ള ഡി സി ആണ്, അതായത് വേരിയിങ് ഡി സി ആണ്. ഇതിനെയാണ് നമ്മൾ വേരിയിങ് ഡി സി എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഡയറക്ഷൻ മാറില്ല. വൺസ് നമ്മുടെ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിന്നും പോസിറ്റീവ് ക്വാഡ്രൻറ്റിൽ നിന്നും ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നും ഈ വാല്യൂ അപ്പുറം പോയാൽ മാത്രമേ അതിനെ നമ്മൾ എന്ത് പറയുള്ളൂ, എ സി എന്ന് പറയുള്ളൂ. അത് പോകാത്തോടത്തോളം കാലം അതിനെ ഡി സി എന്ന് തന്നെയാണ് പറയുക. അവിടെ ഒരു സൈൻ വേവ് വന്നോട്ടെ, വേറെ ഏതെങ്കിലും വന്നോട്ടെ, പക്ഷെ അതൊരു ഡി സി തന്നെയാണ്. അപ്പോൾ ഡി സിയിലും മാഗ്നിറ്റ്യൂഡ് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് വേരിയിങ് ഡി സി ആണ്, ഇതൊരു വേരിയിങ് ഡി സി ആണ്. ഇനി വേറൊരു തരം ഡി സിയും കൂടി ഉണ്ട്, അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് പൾസേറ്റിംഗ് ഡി സി. പൾസേറ്റിംഗ് ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എ സിയുടെ ഹാഫ് സൈക്കിൾസ് നമുക്ക് നോർമലി റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത്, എ സി റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പൾസേറ്റിംഗ് ഡി സി ആണ്. ഇതിനെയാണ് പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്. ഹാഫ് വേവ് എ സിയുടെ സൈൻ എ സി വേവിൻ്റെ ഹാഫ് മാത്രം നമുക്ക് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 3 തരത്തിലുള്ള ഡി സി സപ്ലൈകളാണ്, റൈറ്റ്. അപ്പോൾ ഡി സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആവണം നിർബന്ധമില്ല, അതിൻ്റെ ഡയറക്ഷൻ മാത്രം ഫിക്സഡ് ആയാൽ മതി, റൈറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡി സി കറണ്ടിന് നമ്മൾ എ സിയിൽ നിന്നും കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി സി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വയർ മതി. പക്ഷേ എ സി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 or 4 വയർ വേണം, മിനിമം 3 വയർ വേണം, അല്ലെങ്കിൽ 4 വയർ വേണം. സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ ആ രീതിയിലേക്ക് എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ 3 വയർ വേണം, അല്ലെങ്കിൽ 4 വയർ വേണം. മിനിമം 3 വയർ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. രണ്ടാമത്തത് 2-3 ടേമുകൾ ഞാനിപ്പോൾ പറയുന്നു എന്നുള്ളൂ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്ന് കൊറോണ ലോസ്, അടുത്തതെന്ന് പറയുന്നത് സ്കിൻ എഫക്റ്റ്, നാലാമത്തത് പ്രോക്സിമിറ്റി എഫക്റ്റ്, അതേപോലെ തന്നെ കപ്പാസിറ്റീവ് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇതൊക്കെ കറണ്ടിലെ കുറച്ച് എഫക്റ്റുകളാണ്. കപ്പാസിറ്റി എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇതൊന്നും ആരെ ബോദർ ചെയ്യുന്നില്ല, ഡി സിയെ ബോദർ ചെയ്യുന്നില്ല. അപ്പോൾ കൊറോണ ലോസ് നെഗ്ലിജിബിളാണ്, ബാക്കിയുള്ളതൊന്നും നമുക്ക് തീരെ ബോദർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് മുഴുവൻ കാര്യങ്ങളും ഈ പറഞ്ഞ എഫക്റ്റുകളൊന്നും ഡയറക്റ്റ് കറണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡി സിയിൽ, റൈറ്റ്. ഇനി നമുക്ക് എ സിയിലേക്ക് വരാം. ഇനി നമുക്ക് എ സിയിലേക്ക് വരാം. ആൾട്ടർനേറ്റിംഗ് കറണ്ട്, എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡി സിയുടെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു, ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷനും അതേപോലെ ആംപ്ലിറ്റ്യൂഡും. ഇവിടെ നമ്മൾ ഡെഫിനിഷൻ നമ്മൾ പറയുന്നു, നേരത്തെ നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് ഡയറക്ഷൻ മാത്രമായിരുന്നു, പക്ഷേ ഇവിടെ ഡയറക്ഷനും അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡും, ഡയറക്ഷനും ചേഞ്ച് ചെയ്യണം, ആംപ്ലിറ്റ്യൂഡും ചേഞ്ച് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ ഡയറക്ഷനും ആംപ്ലിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ ഡയറക്ഷനും ആംപ്ലിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ്
കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി എ സി വോൾട്ടേജ് സോഴ്സുകളിൽ നിന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. എ സി വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേറ്റർ ഒരു എ സി വോൾട്ടേജ് സോഴ്സാണ്, ആൾട്ടർനേറ്റർ ഒരു എ സി ജനറേറ്റർ സോഴ്സാണ്. ഇതിലെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഡ്രൈസെല്ലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അത് പൊളാരിറ്റി ഫിക്സഡ് ആയിരുന്നു. പക്ഷേ എ സി വോൾട്ടേജ് സോഴ്സുകളുടെ പൊളാരിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ ഈ ടെർമിനൽ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഒരു റെഗുലർ ഇൻ്റർവെൽ ആവുന്ന സമയത്ത് ഈ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലായിട്ടും നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനലായിട്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് റൊട്ടേറ്റിംഗ്. അതുകൊണ്ടാണ് ഇതിനെ റൊട്ടേറ്റിംഗ് കറണ്ട് എന്നും കൂടെ നമ്മൾ പറയുന്നത്. ഇത് റൊട്ടേറ്റിംഗ് നേച്ചർ ആവാനുള്ള റീസൺ ഇതാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു നോർമലി നിങ്ങൾക്കറിയാം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് പൊളാരിറ്റി ആണെന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ് പൊളാരിറ്റി, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പൊളാരിറ്റി. അപ്പോൾ ആ പൊളാരിറ്റി ഇങ്ങനെ റെഗുലർ ഇൻ്റർവെൽ മാറുന്ന സമയത്ത് നമുക്കതൊരു റൊട്ടേറ്റിംഗ് എഫക്റ്റാണ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫീലാണ് കിട്ടുക. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ഒരു റൊട്ടേറ്റിംഗ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ കം ബാക്ക്. അപ്പോൾ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആംപ്ലിറ്റ്യൂഡും ഡയറക്ഷനും റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ പൊളാരിറ്റി ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ പൊളാരിറ്റി മാറുന്നത് കൊണ്ടാണ് ഈ കറണ്ട് റിവേഴ്സൽ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എ സിക്ക് നോർമലി രണ്ട് കാര്യങ്ങളുണ്ടാവും. ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഡയറക്ടറിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വാല്യൂ മാത്രമേ ഉള്ളൂ. എ സിക്ക് രണ്ട് കാര്യങ്ങളുണ്ടാവും അതിൻ്റെ കൂടെ. ഒന്ന്, അതിനൊരു വാല്യൂ ഉണ്ടാവും, അതേപോലെ തന്നെ അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. അതിനൊരു വാല്യൂ ഉണ്ടാവും, അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ ഒരു എ സി കറണ്ടുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്നതാണ്. അപ്പോൾ നോർമലി എ സി കറണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 0-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഒരു മാക്സിമം പീക്ക് വാല്യൂവിൽ വരുന്നു, തിരിച്ച് 0-ൽ വരുന്നു, എഗെയിൻ 0 മാക്സിമം പോകുന്നു, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദെൻ തിരിച്ചു വരുന്നു. റൈറ്റ്, ഇതാണ് ഒരു എ സി എന്ന് പറയുന്നത്. ഇതെപ്പോഴും സൈൻ വേവ് ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺസ്റ്റൻറ്റ് ഡി സി എന്ന് പറയുന്നത് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, വാല്യൂവിൽ ചേഞ്ചസ് വരാം. അതേപോലെ തന്നെ ഇവിടെ ഇതൊരു സൈൻ വേവ് ആവണമെന്നും അത് പോസിറ്റീവ് ക്വാഡ്രൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നും യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഈ നെഗറ്റീവ് ക്വാഡ്രൻറ്റിൽ നിന്ന് ഇങ്ങനെ ഈ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കറക്റ്റ് വരയ്ക്കുന്ന സമയത്തൊന്ന് ഷേപ്പ് ഒന്ന് മാറിയതാണ്. കറക്റ്റായിട്ട് നമ്മളുടെ സ്ക്വയർ പോലെ തന്നെ കിട്ടും. ഇതിനെയാണ് നമ്മൾ സ്ക്വയർ വേവ് എന്ന് പറയുന്നത്. കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഞാൻ ഈ ബോർഡിൽ ഡിജിറ്റൽ ബോർഡിൽ വരയ്ക്കുമ്പോൾ ചെറിയൊരു ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂ വരും. സോ ഇങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇത് ഒരു എ സി തന്നെയാണ്, ഇതൊരു സ്ക്വയർ വേവാണ്. ഇനി സ്ക്വയറും തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് വേണമെങ്കിൽ ട്രയാങ്കുലർ വേവായിട്ടും എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സോ ടൂത്ത് വേവ്. ഇതിനെയാണ് നമ്മൾ ട്രയാങ്കുലർ അല്ലെങ്കിൽ സോ ടൂത്ത് വേവ് എന്ന് പറയും. ഇതൊക്കെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെയാണ്. കണ്ടീഷൻ എത്രയേ ഉള്ളൂ, ഡയറക്ഷനും ചേഞ്ച് ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആയിരിക്കണം. എപ്പോൾ, അറ്റ് എ പർട്ടിക്കുലർ റെഗുലർ ടൈം ഇൻ്റർവെൽ. ആ റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ എമൗണ്ടിൽ, ഒരു ലാർജ് എമൗണ്ടിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലാർജ് എമൗണ്ടിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വളരെ വലിയ വാല്യൂവിൽ അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 66 kVക്ക് മേലെയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 11 kVയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നമുക്ക് ട്രാൻസ്മിഷൻ ചെയ്ത് പിന്നീട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 215 അല്ലെങ്കിൽ 240 അല്ലെങ്കിൽ 415 എന്ന് പറയുന്ന നമ്മുടെ യൂസർ കൺസ്യൂമർ സൈഡിലേക്കുള്ള വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സെഷനിൽ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ എ സി എന്ന് പറയുന്നത് നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഫോം ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. കാരണം അതിന് ലോസസ് ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് ലോസസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എ സിയിൽ ജനറേഷനും ട്രാൻസ്മിഷനും എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എ സി ജനറേറ്റ് ചെയ്യുന്നത് ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന മെഷീൻസിലാണ് എ സി ജനറേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുണ്ടാവും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് മെഷീൻസിനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എങ്കിലും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നു. ഇവിടെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു റൊട്ടേറ്റിംഗ് കണ്ടക്ടർ വെക്കുന്നു. അപ്പോൾ റൊട്ടേറ്റിംഗ് കണ്ടക്ടർ വെക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബ്രേക്ക് ആവുകയും അല്ലെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് വരികയും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത്. ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഞാൻ ഒരു റൊട്ടേറ്റിംഗ് കണ്ടക്ടർ, ഒരു റൊട്ടേറ്റിംഗ് മൂവിങ് പാർട്ട് വെക്കുന്നു, ആർമേച്ചർ വയ്ക്കും. ഇതിനാണ് നമ്മൾ ആർമേച്ചർ എന്ന് പറയാം. ഈ ആർമേച്ചറിനെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത്
ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈം മൂവർ എടുക്കും ജനറേറ്ററിൽ. നമ്മൾ നോർമലി പ്രൈം മൂവറായിട്ട് എടുക്കുന്നത് ഏതെങ്കിലും ഒരു എനർജി സോഴ്സാണ്. ഒന്നെങ്കിൽ വാട്ടർ ആയിരിക്കും, അതല്ലെങ്കിൽ കോളായിരിക്കും, അതല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി ആയിരിക്കും. എന്തെങ്കിലും ഒരു എനർജി സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യും. ഈ ആർമേച്ചർ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യുകയും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു EMF അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത് ഈ കണ്ടക്ടറും ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എത്ര ആംഗിൾ അല്ലെങ്കിൽ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റ് എടുക്കുന്നു: 90 ഡിഗ്രി, 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഇതൊരു ഫുൾ റൊട്ടേഷനാണ്. ഈ ആർമേച്ചറിൻ്റെ ഒരു ഫുൾ റൊട്ടേഷനാണ് 0 മുതൽ 360 ഡിഗ്രി വരെ. ഇതൊന്ന് കറങ്ങി വരാൻ 360 ഡിഗ്രി എടുക്കുമെന്നാണ് ഇതിനർത്ഥം. ഈ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു സൈൻ വേവ് കിട്ടുന്നു. ഇതാണ് നമ്മളുടെ ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റർ ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു AC. ക്ലിയർ? ഇൻഡെപ്തായിട്ട് മെഷീൻ്റെ കാര്യം നമുക്ക് മെഷീൻസിൽ പറയാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ടേംസാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ വേവ് കാണിച്ചു തന്നത് മാത്രം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സൈൻ വേവിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ സൈൻ വേവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മളുടെ ടാർഗറ്റ്. റൈറ്റ്? അപ്പോൾ സൈൻ വേവ് ആണ്. സൈൻ വേവ്, AC സൈൻ വേവ് എടുക്കുന്നു. ഇതൊരു സൈൻ വേവ് ആണ്. വാല്യൂവിൽ ചെറിയ വ്യത്യാസം മാഗ്നിറ്റ്യൂഡിലുണ്ട്, പക്ഷേ യൂണിഫോം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതായത് ഇവിടെ ഉള്ളതും സെയിം ആയിരിക്കും എന്ന് എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. അപ്പോൾ ഇതൊരു സൈൻ വേവ് ആണ്. ഇതിലെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റിംഗ് വേവ് ഫോമിൻ്റെ ഒരു കംപ്ലീറ്റ് വേവിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് വേവ് ഫോമിലെ ഒരു കംപ്ലീറ്റ് വേവ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ വേവ് സ്റ്റാർട്ട് ചെയ്തത്. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം പീക്കിൽ പോയി തിരിച്ച് 0-ൽ വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം പോയി തിരിച്ച് 0-ൽ വന്ന് സ്റ്റാർട്ട് ചെയ്തോടത്ത് തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ, സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചെത്തുന്ന വരെയുള്ള പോർഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ഒരു സൈക്കിളാണ്. ഇത് രണ്ടാമത്തെ സൈക്കിളാണ്. ഇത് മൂന്നാമത്തെ സൈക്കിളാണ്. ഇത് 3 സൈക്കിളുകളാണ്. 1, 2, 3. ഓക്കെ, ഇത് 3ഉം ഓരോരോ സൈക്കിളാണ്. അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ കംപ്ലീറ്റ് വേവ് ഫോം ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കംപ്ലീറ്റ് വേവ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിളിനകത്ത് 2 പോർഷൻസ് ഉണ്ടാകും. പോസിറ്റീവ് പോർഷൻ ഉണ്ടാവും, നെഗറ്റീവ് പോർഷൻ ഉണ്ടാവും. അപ്പോൾ ഈക്വലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഹാഫ് സൈക്കിളുകളുടെ കോമ്പിനേഷനാണ് ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഹാഫ് സൈക്കിൾ. ഇതൊരു ഹാഫ് പോർഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഹാഫ് സൈക്കിൾ എന്ന് പറയാം. ഇത് സെക്കൻഡ് ഹാഫ് സൈക്കിളാണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലുള്ള ഹാഫ് സൈക്കിളാണ്. അപ്പോൾ 2 ഓപ്പോസിറ്റ് ഹാഫ് സൈക്കിളിലുള്ള പൊളാരിറ്റികളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ മേലത്തത് പോസിറ്റീവ് സൈക്കിളും താഴത്തത് നെഗറ്റീവ് സൈക്കിളും. ഫൈൻ. ദ നെക്സ്റ്റ് വൺ പീരീഡ്. അടുത്തതാണ് പീരീഡ് എന്ന് പറയുന്നത്. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിൾ, ഇപ്പോൾ നമ്മൾ സൈക്കിൾ പറഞ്ഞു, ഈ ഒരു സൈക്കിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആൾട്ടർനേറ്ററിനകത്ത് എത്ര ടൈം ആവശ്യമുണ്ട്, എത്ര സമയം കൊണ്ടാണ് ഒരു ആൾട്ടർനേറ്റർ ഈ ഒരു സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ AC വോൾട്ടേജ് സോഴ്സ് ഈ ഒരു സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ടൈം പീരീഡിനെയാണ് അല്ലെങ്കിൽ ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ്, അല്ലെങ്കിൽ ടൈം പീരീഡ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈൻ വേവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 0.25 സെക്കൻഡ് എടുത്തെന്ന് വിചാരിക്കാം. ഇതൊരു 0.25 സെക്കൻഡ് എടുത്തു. അതേപോലെ അടുത്ത സൈക്കിൾ എടുക്കാൻ ഒരു 0.25 സെക്കൻഡ് എടുത്തു. അടുത്ത സൈക്കിൾ എടുക്കാൻ ഒരു 0.25 സെക്കൻഡ് എടുത്തു. അപ്പോൾ മൊത്തം ഒരു സൈക്കിളിൽ 0.25 സെക്കൻഡാണ്. ഇത് അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് 0.25 സെക്കൻഡ്സ്. ഇതൊരു 0.25 സെക്കൻഡാണ്. ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ എത്ര സൈക്കിൾ വന്നു? ഇപ്പോൾ ഇവിടെ
1 മിനിറ്റ് കൊണ്ട് 4 സൈക്കിളുകൾ വന്നു. 1 മിനിറ്റ് കൊണ്ട് 4 സൈക്കിളുകളാണ് ഈ ഒരു എ സിക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 0.25 സെക്കൻഡ് വെച്ച് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ 3 സൈക്കിളേ വരച്ചുള്ളൂ. അതുവഴി പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയതാണ്, സോറി. അപ്പോൾ 1 മിനിറ്റ് സമയം എടുത്തു കഴിഞ്ഞാൽ ആ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര സൈക്കിളുകൾ വന്നു? 4 സൈക്കിൾ വന്നു. ഈ ടേമിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് എത്ര സൈക്കിളുകൾ വന്നു, ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് ആ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്ത് എത്ര സൈക്കിൾ വന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി എന്ന് പറയാം. ഇവിടെ ഞാൻ പറയുന്ന പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് അല്ല, 1 സെക്കൻഡാണ്. 1 സെക്കൻഡാണ്. ഞാൻ ഈ 0.25 സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞൊരു വാല്യൂ ആണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ടൈമിലാണ് ഓരോ സൈക്കിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മൈക്രോ സെക്കൻഡ്സ് റേഞ്ചിലാണ് ഒരു സൈക്കിൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ, ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ, ഒരു പർട്ടിക്കുലർ സെക്കൻഡ് അല്ല, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്ത് ഉണ്ട്, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫ്രീക്വൻസി. നമ്മൾ നോർമലി ഇന്ത്യയിൽ ഇതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നോർമലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫിക്സഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണ്. ഇതൊക്കെ പണ്ട് PSC ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചോയ്സുകളൊന്നുമില്ല. മേ ബി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾക്ക് സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വളരെ ഈസിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. 3-4 സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയോ ഒന്ന് കണ്ടിട്ടുണ്ടാകും, അത് നമുക്ക് ഓർമ്മ വന്നോളണമെന്നില്ല. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ കാണാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക, അപ്പോഴാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സൈക്കിളായി, പീരീഡായി, ഫ്രീക്വൻസി. അപ്പോൾ 3 ടേമാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈക്കിൾ പറഞ്ഞ സമയത്ത് ഈ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ 0-ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എത്തി. ഇതും ഒരു സൈക്കിളാണ്, ഇതും ഒരു സൈക്കിൾ തന്നെയാണ്. റൈറ്റ്. ഈ 0-ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 0 പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അതേ പർട്ടിക്കുലർ പോയിന്റിൽ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ സൈക്കിളിൻ്റെ ഡെഫിനേഷനിൽ. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് 2-3 മാഗ്നിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട കുറച്ച് വാല്യൂസാണ്. ഞാൻ വീണ്ടും ഒരു സൈൻ വേവ് വരയ്ക്കുന്നു. ഓക്കെ, ഇനി ആദ്യത്തെ പറയാനുള്ളത് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 3 ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈമുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആയിരുന്നു. സൈക്കിളായാലും ഫ്രീക്വൻസി ആയാലും പീരീഡ് ആയാലും ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ടേംസാണ്. അതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള എ സിയുടെ വാല്യൂവിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എ സിയുടെ വാല്യൂ സപ്പോസ് ഇതൊരു 0.6 വോൾട്ടാണെന്ന് വിചാരിക്കുക. ഞാൻ ഈ ഒരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ ഒരു 0.2 വോൾട്ട് ആയിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ 0 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അറ്റ് എ ഫിക്സഡ് ടൈം, ഒരു ഫിക്സഡ് ടൈമിനകത്ത് ഈ എ സിയുടെ വാല്യൂ എത്രയാണ്, ഓരോ പർട്ടിക്കുലർ ടൈമിനകത്തും ഈ എ സിയുടെ വാല്യൂ എത്രയാണ്, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ അല്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓൾവേസ് റിമെമ്പർ, നമ്മൾ എ സിയുടെ ഡിഫറൻഷ്യൻ പറഞ്ഞിരുന്നു, എ സിക്ക് നമുക്കൊരു ഫിക്സഡ് വാല്യൂ ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്തിരിക്കുന്ന സാധനമാണ്, വേരിയിങ് ആണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്ന ആളാണ് എ സി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂവിനെയാണ്, എ സിയുടെ വാല്യൂവിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. റൈറ്റ്. അടുത്തതാണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയിലെ മാക്സിമം വാല്യൂ.
ഇത് 0 ആണ്. ഈ 0യിൽ നിന്നും എ സിയുടെ മാക്സിമം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സപ്പോസ് ഇതൊരു 0.8 വോൾട്ടാണെന്ന് വിചാരിക്കാം. ഇതാണ് മാക്സിമം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അപ്പോൾ ആ ഒരു എ സി വേവ് ഫോമിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂവിനെ പറഞ്ഞ പേരാണ് പീക്ക് വാല്യൂ. ഇത് പോസിറ്റീവ് സൈക്കിളിനകത്തുള്ള പീക്ക് വാല്യൂ ആണ്, ഇത് നെഗറ്റീവ് സൈക്കിളിനകത്തുള്ള പീക്ക് വാല്യൂ ആണ്. അപ്പോൾ ഓരോ സൈക്കിളിലും നമുക്ക് ഓരോ പീക്ക് വാല്യൂ ഉണ്ട്. അതായത് ഒരു പോസിറ്റീവ് പീക്ക് വാല്യൂ ഉണ്ട്, ഒരു നെഗറ്റീവ് പീക്ക് വാല്യൂ ഉണ്ട്. ഈ പോസിറ്റീവ് പീക്ക് വാല്യൂ നെഗറ്റീവ് പീക്ക് വാല്യൂയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് വരിക. മാഗ്നിറ്റ്യൂഡിക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡയറക്ഷൻ എടുക്കാതെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ പീക്ക് ടു പീക്ക് വാല്യൂ രണ്ടും മാറിപ്പോരുത്. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് സൈക്കിളാണ് നമ്മൾ പറയാം. ഒരു ഫുൾ സൈക്കിളിൻ്റെ ടോപ്പ് ടു ബോട്ടം പറയുന്നതാണ് നമ്മൾ പീക്ക് ടു പീക്ക് വാല്യൂ. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് പീക്ക് വാല്യൂ ആണ്, മേലുള്ളത് പോസിറ്റീവ് പീക്ക് വാല്യൂ ആണ്, താഴെയുള്ളത് നെഗറ്റീവ് പീക്ക് വാല്യൂ ആണ്. ക്ലിയർ? അപ്പോൾ ഇതൊന്നും നമുക്ക് എ സിയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എ സിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. എ സിയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ എ സിയുടെ ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിട്ട് പറയാൻ പറ്റുന്ന ടേമുകളല്ല. അപ്പോൾ നമുക്കൊരു എ സിക്ക് ഒരു ഫിക്സ്ഡ് വാല്യൂ പറയണം. ഇപ്പോൾ ഡീസൽ നമ്മൾ പറയുകയാണ് ഒരു സെല്ല് 2 വോൾട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ടൊരു വാല്യൂ നമ്മൾ അവിടെ പറഞ്ഞതാണ്. അതേപോലെ എ സിക്ക് നമുക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് വാല്യൂ പറയണം. എ സിക്ക് നമ്മൾ അങ്ങനെ ഒരു ഫിക്സ്ഡ് വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ആ വാല്യൂ പറയുന്ന പേരാണ് RMS വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ. RMS വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ, ഇതിനാണ് നമ്മൾ എ സിയുടെ വാല്യൂ പറയുന്നത്. എ സി നമ്മളിപ്പോൾ 240 വോൾട്ട് എ സി, 415 വോൾട്ട് എ സി എന്നൊക്കെ പറയുന്നത് ആ വാല്യൂ എന്ന് പറയുന്നത് എ സിയുടെ എഫക്റ്റീവ് വാല്യൂ ആണ് അല്ലെങ്കിൽ RMS വാല്യൂ ആണ്. എന്താണ് ഈ എഫക്റ്റീവ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈൻ വേവ് എടുക്കുന്ന സമയത്ത് ഇതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. നോർമലി ആക്ച്വലി ഇതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. റൈറ്റ്, ഇതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. ഇതിനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ സാമ്പിൾസ് ആക്കും. ഈ വേവ് ഫോമിനെ നമ്മളൊരു ഫുൾ സൈക്കിൾ എടുത്തു. ആ ഫുൾ സൈക്കിളിൽ നമ്മളിങ്ങനെ ഒരു ഈക്വൽ ഇൻ്റർവെല്ലിലുള്ള ഓരോ സാമ്പിളുകളാക്കും. അപ്പോൾ നമുക്ക് ഓരോ ഈക്വൽ ഇൻ്റർവെൽ, ഞാൻ പറയുന്നത് ഓരോന്നൊരു 0.1 സെക്കൻഡ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യും. ഓരോ 0.1 സെക്കൻഡിനകത്തും ഇതിൻ്റെ വാല്യൂ എത്ര, ആ വാല്യൂവിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റൂട്ടല്ല എടുക്കുന്നത്, ആ വാല്യൂകളുടെ മീൻ എടുക്കുന്നു, സ്ക്വയറിൻ്റെ മീൻ എടുക്കുന്നു. ആ വാല്യൂകളുടെ സ്ക്വയറിൻ്റെ മീൻ എടുക്കുന്നു. റൈറ്റ്, ആ വാല്യൂകളുടെ സ്ക്വയറിൻ്റെ മീൻ എടുക്കുന്നു, എന്നിട്ട് അതിനെ റൂട്ട് എടുക്കുന്നു. ആക്ച്വലി ഈ ഒരു സാമ്പിളിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനാണ് എടുക്കേണ്ടത്. ഓരോ 0.1 സെക്കൻഡിൽ ഇത്ര, 0.2 സെക്കൻഡിൽ ഇത്ര, 0.3 സെക്കൻഡിൽ ഇത്ര എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റീവ് വാല്യൂ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂകളുടെ മീൻ എടുക്കുക അല്ലെങ്കിൽ ആവറേജ് എടുക്കുക. പക്ഷേ ഇവിടെ ആ വെറുതെ ആവറേജ് എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ വാല്യൂകൾ സ്ക്വയർ ചെയ്യുന്നു, എന്നിട്ടാണ് മീൻ എടുക്കുന്നത്. അതിനുശേഷം സ്ക്വയർ റൂട്ട് ചെയ്യുന്നു. ആദ്യം സ്ക്വയർ ചെയ്യുന്നു, സ്ക്വയർ റൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് ആക്ച്വലി നമുക്ക് എന്തിനാണ് കിട്ടുന്നത്, മീനാണ് കിട്ടുന്നത്. പക്ഷേ എന്തിനാണ് നമ്മളിത് സ്ക്വയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, എഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഹീറ്റ് എഫക്റ്റ്. ഹീറ്റ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂവിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് RMS വാല്യൂ, എന്താണ് എഫക്റ്റീവ് വാല്യൂ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഹീറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ സാധനം ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് എടുത്തിട്ട് അത് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് എടുത്തിട്ട് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എത്ര DC കറണ്ട് വേണം, സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര DC കറണ്ട് വേണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, RMS വാല്യൂ ഓഫ് AC എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു AC-ക്കും DC-ക്കും എത്ര ഇത് വേണോ അതിനെയാണ് നമ്മൾ RMS വാല്യൂ. അപ്പോൾ ഒരു AC കറണ്ട് എടുക്കുന്നു, ഇതിൻ്റെ AC കറണ്ട് ഞാൻ എടുക്കുന്നത് 415 വോൾട്ടാണെന്ന് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 415 വോൾട്ടാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആദ്യം ആ AC എടുത്തു, അത് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര DC വേണമെന്ന് നോക്കി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, RMS വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കറണ്ട് സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര DC വേണോ അതിനെയാണ് എഫക്റ്റീവ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടിരിക്കുന്നത്. ഹീറ്റ് H = I² RT എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ
അപ്പോൾ എ ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. കറണ്ടിൻ്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് ആര് ഹീറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ തന്നെ ആരുടെ മീൻ എടുക്കണം? സ്ക്വയറിൻ്റെ മീൻ എടുക്കണം. അപ്പോൾ സ്ക്വയറിൻ്റെ മീൻ എടുത്തു, തിരിച്ചതിനെ റൂട്ട് എടുത്തു. എടുക്കുന്ന സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, അതുകൊണ്ടാണ് നമ്മളിതിനെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്, RMS വാല്യൂ. ഇതൊരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ വെച്ച് നമുക്ക് RMS വാല്യൂ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആണ് 0.707 മാക്സിമം വാല്യൂ. അപ്പോൾ VRMS ഇസ് ഈക്വൽ ടു എത്രയാണോ ഈ സൈൻ വേവ് അല്ലെങ്കിൽ ഈ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ, അതിൻ്റെ 0.737 വാല്യൂ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഇവിടെയൊക്കെ വരും. 0.737 വരുന്ന വാല്യൂ എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത്. ഇത് വോൾട്ടേജിൻ്റെ കേസിലാണ്. കറണ്ടിൻ്റെ കേസിലാണെങ്കിൽ 0.737 കറണ്ടിൻ്റെ മാക്സിമം പീക്ക് വാല്യൂ. ക്ലിയർ? ഇതാണ് RMS വാല്യൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RMS വാല്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത ടേം എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. ഇത് നമുക്ക് പറയാനുള്ള ടേം ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മീനാണ്. ആവറേജ് ഒരു പർട്ടിക്കുലർ സൈക്കിൾ, ഈ ഒരു സൈക്കിളിനകത്ത് ആവറേജ് എത്രയാണ്? ഈ ഒരു പർട്ടിക്കുലർ സൈക്കിൾ ആവറേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് 0 ആണ് വരിക. അപ്പോൾ ആവറേജ് നമ്മൾ ഓൾവേസ് നമ്മൾ പറയുന്നത് ഒരു ഹാഫ് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാഫ് സൈക്കിളിനകത്ത് ഇത്രയാണ് ഏരിയ, ഹൊറിസോണ്ടൽ ആക്സിസിന് മേലെ എത്ര ഏരിയ ഇത് കവർ ചെയ്തു, എത്ര ഏരിയയിലാണ് അത് കവർ ചെയ്തിരിക്കുന്നത്, എഗെയിൻസ്റ്റ് എത്ര ടൈം. ഈ ഏരിയ കവർ ചെയ്തിട്ട് ഞാൻ എക്സ് ആണെന്ന് വിചാരിക്കാം, ഇതിൻ്റെ ഏരിയ എക്സ് ആണെന്ന് വിചാരിക്കാം. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് വൈ ആണെന്ന് വിചാരിക്കാം. ആ x/y ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസിന് മേലേക്ക്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് എത്ര ഏരിയ ആ വേവ് ഫോം ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എത്ര ടൈം പീരീഡ്. അതിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ആവറേജ് വാല്യൂ നമ്മൾ ഫിക്സഡ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് 0.637 മാക്സിമം വാല്യൂ. ആവറേജ് വാല്യൂ ഓഫ് എൻ AC എന്ന് പറയുന്നത് 0.637 മാക്സിമം വാല്യൂ ആണ്. റൈറ്റ്? ഇതാണ് രണ്ട് വാല്യൂ, AC യായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വാല്യൂസ്. ഒന്ന് RMS വാല്യൂ, രണ്ടാമത്തത് ആവറേജ് വാല്യൂ. ഇനി ഈ രണ്ട് വാല്യൂവിനെയും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളൊരു ടേമും കൂടെ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോം ഫാക്ടർ. ഇതൊക്കെ പണ്ട് FORM ഫോം ഫാക്ടർ കേരള PSC ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനൊക്കെ ആയിരുന്നു ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കേരള PSC കുറേ നിർത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, എല്ലാം അറിയണം. പണ്ടൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ഇപ്പോൾ അതല്ല, തിയറി കൂടെ നമ്മൾ പഠിച്ച് പോകണം എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടേമുകളുടെ റേഷ്യോ, അതായത് RMS വാല്യൂ ഓഫ് ആൻ AC ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് എ ഹാഫ് സൈക്കിൾ, ആവറേജ് വാല്യൂ ഓഫ് എ ഹാഫ് സൈക്കിൾ. ഫുൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ 0 വരും. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂവും RMS വാല്യൂവിൻ്റെ റേഷ്യോ, RMS വാല്യൂ എഗെയിൻസ്റ്റ് ആവറേജ് വാല്യൂ ഓഫ് എ ഹാഫ് സൈക്കിൾ, ദാറ്റ് ഈസ് 0.707 ഡിവൈഡഡ് ബൈ, സപ്പോസ് ഞാൻ കറണ്ടാണ് എടുക്കുന്നത് വിചാരിക്കുക, IM ഡിവൈഡഡ് ബൈ 0.637 IM. ഈ രണ്ട് മാക്സിമം വാല്യൂ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് കിട്ടുന്നത് 1.11 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇതൊരു ഫിക്സഡ് വാല്യൂ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് നമ്മുടെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ ഇത്രയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടുമായി ബന്ധപ്പെട്ട വാല്യൂസ് അല്ലെങ്കിൽ ടേംസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമ്മളിവിടെ പറയുന്നു, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും ഡയറക്റ്റ് കറണ്ടിനെയും നമ്മൾ ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയും കൂടെ ചെയ്യുന്നു. റൈറ്റ്? അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും
ആരോട് കമ്പയർ ചെയ്യുന്നു? ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും ഡയറക്റ്റ് കറണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DC കറണ്ട് എന്ന് പറയുന്നത് 3 വയർ സിസ്റ്റം അല്ല, 2 വയർ സിസ്റ്റം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ കോസ്റ്റും AC-ക്കൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കൂടാതെ 1-2 പോയിന്റുകൾ മാത്രം ഞാൻ ആഡ് ചെയ്യുന്നു, അല്ലാതെ ഞാൻ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ലോങ്ങർ ഡിസ്റ്റൻസിൽ വളരെ പ്യുവർ കോസ്റ്റിൽ ലോ കോസ്റ്റിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് സോഴ്സാണ്. പക്ഷേ DC എന്ന് പറയുന്നത് അത് കുറച്ച് ലോസസ് ഉണ്ടാക്കുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ AC-യുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റൊട്ടേഷനിലാണ്. ഞാനിവിടെ AC എഴുതുന്നു. AC എന്ന് പറയുന്നത് റൊട്ടേഷനിലാണ്. ഇതെന്ന് പറയുന്നത് സ്റ്റഡി ഡയറക്ഷണൽ സംഭവമാണ്. ഓക്കെ, AC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ഫിക്സഡ് ഫ്രീക്വൻസി ആണോ, ഒന്നെങ്കിൽ 50 ഹെർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രീക്വൻസി ആയിരിക്കും. ബട്ട് DC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ഹെർട്സ് ആണ്. ഇത് ഓർത്തിരിക്കുക, 0 ഹെർട്സ് ആണ് ഫ്രീക്വൻസി DC-യുടെ. AC എന്ന് പറയുന്നത് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. AC എന്ന് പറയുന്നത് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ കറണ്ടാണ്. ഓക്കെ, ഇത് ആണ് 2 കാര്യങ്ങൾ. ഇനി AC-യുടെ കാര്യത്തിൽ നമുക്ക് DC-യുടെ കാര്യത്തിൽ നമുക്ക് കൊറോണ ലോസ്, അതേപോലെ തന്നെ സ്കിൻ എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നു, പവർ ഫാക്ടർ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരും ഇത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യുടേത് <1 ആണ്. 0 to 1 വാല്യൂ ആണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. 1 എന്ന് പറയുന്നത് AC-യുടെ ഐഡിയൽ വാല്യൂ ഓഫ് പവർ ഫാക്ടറാണ്. അത് വളരെ റെയർ കേസുകളാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. യൂണിറ്റി പവർ ഫാക്ടറാണ് ഓൾവേസ് DC എന്ന് പറയുന്നത്. AC-ക്ക് പല വേവ് ഫോമുകളുണ്ട്. സൈനസോയിഡലുണ്ട്, ട്രയാങ്കുലർ ഉണ്ട്, ട്രപ്പീസിയം ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഇതൊക്കെ AC-യുടെ വേവ് ഫോമുകളുടെ ടൈപ്പുകളാണ്. പക്ഷേ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു പ്യുവർ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ വേരിയിങ് ആയിരിക്കും, അല്ലെങ്കിൽ പൾസേറ്റിംഗ് ആയിരിക്കും. എല്ലാം നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെ മേലേക്ക് മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പോൾ ഇത്രയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടുമായി ബന്ധപ്പെട്ട ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേംസുകളെല്ലാം ഓർമ്മ വേണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് ഇതെന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.